ലോകം മുഴുവൻ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ സ്കൂളുകൾ പലതും അടച്ചുപൂട്ടി ഓൾഡ് ഏജ് ഹോമുകളാക്കി മാറ്റുന്നു. ഇനി യൂറോപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ യൂറോപ്പിൽ റിട്ടയർ ആകുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇനി ചൈനയിൽ ജനസംഖ്യ താഴോട്ടാണ് പോകുന്നത്. എന്നാൽ ഈ ഒരു സമയത്തും ജനസംഖ്യയുടെ ഭൂരിഭാഗവും യുവജനങ്ങളുള്ള ഒരു രാജ്യമുണ്ട്, നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജനസംഖ്യയിൽ 65% 35 വയസ്സിന് താഴെ പ്രായമുള്ള യുവജനങ്ങളാണ്. എന്നാൽ നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യമുണ്ട്. ഈ യുവജനത എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആണോ, അതോ ഭാവിയിൽ നമ്മളെ തന്നെ തകർക്കാൻ പറ്റുന്ന ഒരു ടൈം ബോംബോ? ഇന്ത്യൻ എക്കണോമി ഇപ്പോൾ കടന്നു പോകുന്ന ഒരു അവസ്ഥേനെ എക്കണോമിക്സിൻ്റെ ഭാഷയിൽ നമുക്ക് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയാം. എന്താണത്? വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് 15-നും 60-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാർ. ആ ഒരു ഏജ് ഗ്രൂപ്പ് ആ രാജ്യത്തെ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളെക്കാൾ കൂടുതലാണെങ്കിൽ ആ രാജ്യം ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നേടിയെടുത്തു എന്ന് പറയാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഒരു രാജ്യത്ത് കൂടുതൽ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള ജനങ്ങളുണ്ടാകുന്നു, കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നു, കൂടുതൽ സേവിങ്സ് ഉണ്ടാകുന്നു, അതുവഴി രാജ്യത്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു. ഒരു കാലത്ത് ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി ഡെവലപ്ഡ് എക്കണോമീസ് ആയിട്ട് മാറിയ രാജ്യങ്ങളാണ്. ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു സ്റ്റേജിലാണ്. ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഏകദേശം 29 വയസ്സാണ്. എന്നാൽ യൂറോപ്പിൻ്റെതാകട്ടെ 44-ഉം ജപ്പാൻ്റേത് ഏകദേശം 50 വയസ്സുമാണ്. അതായത് ലോകം പ്രായമാകുമ്പോൾ ഇന്ത്യ കൂടുതൽ യങ് ആയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ വലിയ വലിയ കമ്പനികൾക്ക് തൊഴിലാളികളെ വേണം, പുത്തൻ ഐഡിയാസ് വേണം, അതുപോലെ തന്നെ പുതിയ കൺസ്യൂമർ മാർക്കറ്റ് വേണം. ഇതെല്ലാം തന്നെ നിലവിൽ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ട് ഇന്ത്യയുടെ നൂറ്റാണ്ടെന്ന് പല എക്കണോമിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാനുള്ളത്. ഒരു രാജ്യത്ത് യുവജനങ്ങൾ മാത്രമുള്ളതുകൊണ്ട് ആ രാജ്യം പുരോഗതിയിലേക്ക് പോകില്ല. പകരം അവർക്ക് കൃത്യമായിട്ടുള്ള സ്കില്ലും അതുപോലെ തന്നെ തൊഴിലവസരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉണ്ടാകത്തുള്ളൂ. സ്കിൽസ് ഇല്ല, ജോലിയില്ല എന്നുണ്ടെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡിന് പകരം ഡെമോഗ്രഫിക് ഡിസാസ്റ്റർ ആയിരിക്കും ഒരു സമ്പദ് വ്യവസ്ഥയിൽ നടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഡിഗ്രി ഉണ്ടായിട്ട് പോലും ഒരു ജോലിയില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ ഒരു അവസ്ഥ വളരെ ഭീകരമാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ബ്രെയിൻ ഡ്രെയിൻ, യൂത്തിൻ്റെ ഫ്രസ്ട്രേഷൻ, സോഷ്യൽ ടെൻഷൻ, മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ക്രൈം റേറ്റുകൾ കൂടാൻ വരെ ഇതൊരു കാരണമാണ്. കൂടാതെ ഇത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എക്സ്പേർട്സ് പറയുന്നത് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്നത് ഒരു രാജ്യത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നല്ല, പകരം അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി ഫോക്കസ് ചെയ്യാനുള്ളത് സ്ത്രീ ശാക്തീകരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ കാര്യങ്ങളിലാണ്. അതുവഴി നമ്മുടെ യുവജനതയെ ലോകത്തെ ഏറ്റവും ക്വാളിറ്റിയുള്ള യങ് പോപ്പുലേഷനാക്കി മാറ്റാൻ നമുക്ക് പറ്റും. സോ നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. യങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു അസറ്റാണോ അതോ ഒരു ടൈം ബോംബോ? ആൻസർ വളരെ സിമ്പിളാണ്. നമ്മളവർക്ക് കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യനെ ഭാവിയിലത്തേക്കുള്ള വളർച്ചയ്ക്കും വികസനത്തിനും വലിയ രീതിയിൽ സഹായിക്കും. എന്നാൽ യാതൊരു ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ രാജ്യത്തില്ലെങ്കിലോ നമ്മുടെ രാജ്യം ഡെമോഗ്രഫിക് ഡിവിഡൻഡിലേക്കല്ല, പകരം ഒരു ഡിസാസ്റ്ററിലേക്കായിരിക്കും പോവുക. സബ്സ്ക്രൈബ് ഫോർ മോർ.